ഹായ്. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കൂടെ എന്നും നമ്മുടെ കൂടെയുള്ള ഒത്തിരി ഫാമിലി മെമ്പേഴ്സും പലതരത്തിൽ നെറ്റ്വർക്കായിട്ട് നമ്മൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ വീടും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കരുതിയ സമ്പാദ്യവും നമ്മുടെ ചുറ്റുപാടുകളും മുഴുവൻ ഒരു വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ചിന്തിക്കാനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, പലപ്പോഴും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ കൂടെയുള്ള പല സഹോദരങ്ങളും ആയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കാണ് ആ ഒരു സിറ്റുവേഷനെങ്കിൽ പെട്ടെന്ന്, അതായത് ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ കൂടെ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ കരുതി വെക്കുന്നത് മുഴുവൻ ഒരു വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിൽ പകച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ. ധാരാളം വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന, അദ്ദേഹത്തിനെ എങ്ങനെ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പോവുക. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളും അദ്ദേഹത്തിന് സ്ലോലി തിരിച്ചൊരു പഴയ ലൈഫിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്ക് ഈ സമയം ഒന്ന് ഓർമ്മിച്ച് നോക്കാം. വയനാട് ഒത്തിരി ആൾക്കാർ പരസ്പരം എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയാതെ പല തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ്. നമുക്കൊരിക്കലും കംഫർട്ടബിളായിട്ടുള്ള ഒരു റൂമിനകത്തിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ 5 കാര്യങ്ങളിലൂടെ ആ സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അറിവ് നമ്മൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏതൊക്കെ ഇമ്മീഡിയറ്റ് നീഡ്സാണ് അവർക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് ഷെൽട്ടർ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് സേഫായിട്ട് ഇരിക്കാനൊരു സ്ഥലം, അതോടൊപ്പം തന്നെ അവരുടെ ഒരു സേഫ്റ്റി നോക്കുന്ന ഒരു ഷെൽട്ടറാണ് ആദ്യം നമുക്ക് വേണ്ടത്. ബേസിക് ആയിട്ടുള്ള നെസസറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള വ്യക്തികൾക്ക്. ചിലപ്പം ഏതെങ്കിലുമൊക്കെ മുറിവുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് കൊടുക്കണം. എന്നാൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത് അവർക്ക് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം പകച്ചു പോകുന്ന സമയത്ത് കരുതുവാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് കഴിയുക. അവിടെ ഒന്ന്, നമ്മുടെ ഫാമിലി സപ്പോർട്ട്സ് നമ്മൾ ആ സമയത്ത് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്റ്റേ ടുഗദർ, അവരുടെ കൂടെ നമ്മളായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. 2, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കൂടെ തന്നെ അവർക്ക് ഒരു ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഇത് വരാതെ ചിലപ്പോൾ അവരുടെ കൂടെ നിർത്തുകയോ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുകയോ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരുമ്പോൾ അവർക്ക് ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ധാരാളം മുന്നോട്ടുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള ആകുലതകളുണ്ടായിരിക്കാം. അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടിങ്സ്, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ആ സമയത്ത് നമുക്ക് ആവശ്യമാണ്. ഇവർ കടന്നു പോകുന്ന ജേണി ഇമ്മീഡിയറ്റ് സ്റ്റെപ്പുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് മൂന്നാമത് വരുമ്പോൾ എങ്ങനെ ഒന്ന് റീബിൽഡ് ചെയ്യാം ഇല്ലെങ്കിൽ റിക്കവർ ചെയ്യാം, ഇതായിരിക്കാം അവരുടെയൊക്കെ ഒരു ചിന്ത. അവിടെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിൽ ഗവൺമെൻറ് ആയിട്ടുള്ള സപ്പോർട്ട്സ് വരുന്നുണ്ടാവാം, അതോടൊപ്പം തന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏവരും ഒരുമിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞ് ലീഗൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ അവർക്ക് പേടിയും പ്രയാസവും ഒക്കെ വരുന്നത്. പലപ്പോഴും അവരുടെ ഡോക്യുമെൻറ്റ്സുകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, വീടിൻ്റെ പ്രമാണങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കുട്ടികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് അവർക്ക് അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ലീഗലായിട്ടുള്ള അവരുടെ നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ അവരെ റിക്കവർ ചെയ്യേണ്ടത്. 4 എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സപ്പോർട്ട്.
ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എൻഗേജ്മെൻറ്റ് ഓൾ ഇന്ത്യ ആയിട്ടും അതോടൊപ്പം തന്നെ ലോക്കൽ നെറ്റ്വർക്കായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ആൾക്കാരെ മുഴുവൻ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ പല ആൾക്കാരും എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എവിടെയാണ് ഒരുമിച്ച് ആൾക്കാരെ ഗവൺമെൻറ് താമസിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന റിസോഴ്സ് സെൻറ്ററുകൾ നമ്മൾ ക്രമീകരിക്കപ്പെടേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ അഞ്ചാമതായിട്ട് വരുന്നത് ലോങ് ടൈം പ്ലാനിങ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഗോൾ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾസും ഉണ്ട്, ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസുകളും സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒരു പുതിയ ഹോപ്പ്, ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കുറേ പ്ലാനിങ്ങിന് അവരെ നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബിൽഡിങ്, ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതും നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒക്കെ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ലേൺ ഫ്രം എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് ഇതിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു 5 പോയിന്റിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിനോട് ചേർന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു ന്യൂസും പല കാര്യങ്ങളിൽ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കമൻറ്റിലേക്ക് അറിയിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്താണ് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. കാരണം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലേ. വളരെ ഉള്ളിൽ നിന്ന്, ഒരു ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് പല ആൾക്കാരും മുന്നോട്ട് പോകുക. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ, ചിലപ്പോൾ എല്ലാവർക്കും അവിടെ ഓടിയെത്താനായിട്ട് കഴിയില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കതിനുള്ള മനസ്സൊരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാവും, ആ ഒരു റിക്കവറിങ് പ്രോസസ്സ് എളുപ്പമാവും. സോ ഈ ഒരു വീഡിയോ അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും ഒരു മനസ്സൊരുക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകളും ഇവിടെ കമൻറ്റിൽ നിന്ന് അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസ.